సరిగ పగరి సరిసా సరిగ పద పగరప ఆ ఆ നിക്കിരിക്കേ കുളിച്ച് ശുദ്ധമായിട്ട് അടുക്കളയിലോട്ട് കയറിയാ മതി. എന്നോട് ആദ്യ രാത്രി കഴിഞ്ഞ പിറ്റേ ദിവസം അമ്മായിയമ്മ ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. പിന്നെ ഈ മൂട്ടി വേര് കയറുന്നവരെ ഒന്നും കിടന്നുറങ്ങാൻ ഇവിടെ പറ്റത്തില്ല. ഞാൻ കാലത്ത് 5 മണിക്ക് എഴുന്നേൽക്കും. അതിനു മുൻപ് നീ എഴുന്നേറ്റിരിക്കണം. ഇത്രയും കാലം പ്രശാന്തിന് ചോറ് വെച്ച് വിളമ്പി കൊടുത്തത് ഞാനാ. ഇനി നീ അതൊക്കെ ചെയ്യേണ്ടത്. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ പഠിപ്പിക്കാനാണോ മോളെ ഇങ്ങോട്ട് വിട്ടത്? പോയി കുളിച്ചിട്ടോ. കുളിച്ചിട്ടേ അടുക്കളയെ കയറാവുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ പോലും. ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ കാര്യം. ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഓരോ കാര്യങ്ങൾ ഓർത്ത് അങ്ങനെ കിടന്നു. ആ പ്രസാദിന്റെ കൂടെ കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല. അവൻ കാലെടുത്തപ്പോഴും ദേഹത്തിടും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പ്രസന്നെ വിദ്യക്ക് ആ കുളിമുറി ഒന്ന് കാണിച്ചു കൊടുക്കൂ. നീ കൊറേ ദിവസമല്ലോ ഇതുമേ പണിയാൻ തുടങ്ങിയിട്ട്, തീർന്നില്ല ഇതുവരെ? എല്ലാം ശരിയായി വന്നപ്പോഴാ ഇതിന്റെ ഹാൻഡിൽ ബാറിന് ഒരു ഇളക്കം. ആദ്യം നിന്റെ തലയിൽ ഇളക്കം മാറ്റിയിട്ട് ഇതിന്റെ ഇളക്കം മാറ്റിയാൽ മതി. കൊണ്ടുപോയി വല്ല സൈക്കിൾ ഷോപ്പിൽ കൊടുക്കണം. സമയമായില്ലേ ചെല്ലി. മോനെ പ്രദീപേ, ഓ നീ വൈകിട്ട് വരുമ്പോ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വരണം, മറക്കല്ലേ? ശരി അമ്മേ. അതിനി കാക്ക മലന്ന് പറക്കണം. അയ്യാ ഓ കാച്ചി എണ്ണയുടെ നല്ല വാസന. അമ്മ തന്നു വിട്ടതാ. വെള്ളം മാറി കുളിച്ച പനി വരുന്നും പറഞ്ഞു. ഇന്നമ്മയ്ക്ക് നമ്മുടെ മുറിയിൽ കുട്ടികളെ ഒന്നും കൊണ്ടുവന്ന് കിടത്താൻ പറ്റില്ല. അവരെല്ലാം പോയി. പൊട്ടി ശരിയായില്ലല്ലോ. ഞാൻ നേരാക്കി തരാം. വേണ്ട, അത് മായ്ച്ചിട്ട് ഞാനിട്ട് തരാം. മായ്ക്കാം. മായ്ക്കും. ശാന്ത, കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് എപ്പോഴും ഇതിനകത്ത് കയറി ഇരുന്നാ മതിയോടാ? ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇന്നുകൂടി ലീവ് എടുത്തു. അതെന്തിനാ? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഓഫീസിൽ ചെന്ന് അവരൊക്കെ എന്ത് വിചാരിക്കും? അവിടെ ഓരോരുത്തർ കല്യാണം കഴിഞ്ഞിട്ട് ആഴ്ച കണക്കിനാണ് ലീവ് എടുക്കുന്നത്. അവർക്കൊക്കെ കൈവിട്ട് കളിക്കാൻ മുതല് കാണും. അതുപോലെ നല്ല സ്ത്രീധനം മേടിച്ചിരിക്കും. അല്ലാതെ നിന്നെ പോലെ നക്കാപ്പിച്ച് മേടിച്ചോണ്ടായിരിക്കത്തില്ല അവര് കെട്ടിയത്. മറ്റുള്ളവർ തുള്ളുന്നത് പോലെ നീ തുള്ളിയാലേ കാല് കൊള്ളു. വിദ്യ, എന്തോ? മുറി കയറി ഇരിക്കാതെ വേഗം അടുക്കളയിലോട്ടിയല്ലേ. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്തായാലും ശരി, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല. കല്യാണം കഴിഞ്ഞെന്ന് കരുതിയേ പെണ്ണുങ്ങളുടെ പുറകെ ഇങ്ങനെ മണത്തോണ്ട് നടക്കുന്നതേ അവരവരുടെ വില കളയുന്ന സ്വഭാവമാ, പറഞ്ഞേക്കാം.